നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മൊബൈൽ ഫോണുകൾക്ക് ഇന്ന് പ്രവാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സ്ഥാനമാണുള്ളത്. മൊബൈൽ ഫോണിന്റെ വരവിന് മുമ്പ് വിനോദത്തിനായി പ്രവാസി മലയാളികൾ ദുബായിൽ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് യാത്ര. മലയാളിയുടെ ഗൾഫ് പ്രവാസ ജീവിതത്തിന് അരനൂറ്റാണ്ടിലധികം ചരിത്രം പറയാനുണ്ട്. അന്ന് ലോഞ്ചിലും മറ്റും ഈ നാട്ടിലെത്തി ചോര നീരാക്കി കുടുംബത്തിനായി കഷ്ടപ്പെട്ട ഒരു ജനത അന്ന് സ്വന്തം നാടിനെയും ആ നാടിന്റെ ഓർമ്മകളെയുമെല്ലാം നെഞ്ചിൽ ചേർത്തായിരുന്നു കടല് കടന്ന് ഇവിടെ എത്തിയത്. ഓരോ നിമിഷത്തിലും ആ ഓർമ്മകളിൽ ജീവിച്ച ആളുകൾക്ക് ജോലിക്കിടെ ലഭിക്കുന്ന ഏക വിനോദം വല്ലപ്പോഴും എത്തുന്ന സ്റ്റേജ് ഷോകളും തിയേറ്ററുകളിലെ സിനിമകളും മാത്രമായിരുന്നു. കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീഡിയോ കാസറ്റുകളിലൂടെ പാട്ടുകളായും സിനിമകളായും നാട് മുന്നിലെത്താൻ തുടങ്ങി. വിനോദത്തിന് കുറച്ചുകൂടി അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. അന്ന് ദുബായിലെ എല്ലാ മലയാളികൾക്കും ചിരപരിചിതമായിരുന്ന അന്നത്തെ ദുബായ് പ്രവാസികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത കടയാണ് ഇത്. ചെങ്ങന്നൂർക്കാരൻ വർഗീസ് നടത്തുന്ന ഈ വീഡിയോ സെന്റർ 88. മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഓരോ മാറ്റവും നേരിൽ അനുഭവിച്ചറിഞ്ഞ അപൂർവം സ്ഥാപനങ്ങളിൽ ഒന്ന്. മൊബൈലിന്റെ ബട്ടൺ അമർത്തിയാൽ സ്ക്രീനും നാടും പ്രിയപ്പെട്ടവരും ഇഷ്ട സിനിമകളും പാട്ടുകളുമെല്ലാം ഞൊടിയിടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ തലമുറയ്ക്ക് തീർത്തും അപരിചിതമായ ഒരു കാലത്തിന്റെ മുഖസാക്ഷിയാണ് ഈ കട. 1972 വർഗീസ് UAE-യിലെത്തുന്നത്. UAE മിലിറ്ററിയിലായിരുന്നു ജോലി. ഇതിനിടെയാണ് ഈ വീഡിയോ സെന്റർ 35 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കുന്നത്. അന്ന് ആർക്കും എളുപ്പം തുടങ്ങാനാകുന്ന ബിസിനസ് ആയിരുന്നില്ല ഇത്. 1972 ഏപ്രിൽ 1 ഒരു എംപ്ലോയ്മെൻറ്റ് വിസയിൽ വന്ന ഇവിടുത്തെ അന്ന് എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഇവിടെ. പുള്ളി വിസ അയച്ചിട്ട് അങ്ങനെ വന്ന തുടങ്ങാൻ 1988 ഏപ്രിൽ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ഡിഫൻസ് ജോലി ചെയ്തു. വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇത്രയും സ്ഥലം അന്വേഷിച്ച് കണ്ടെടുത്ത് പിന്നെ ഇതിൻ്റെ എല്ലാം ഓരോ പഴയ ഫിലിംസിൻ്റെ എല്ലാം കോപ്പി ചെയ്യണമല്ലോ. തുടങ്ങണമെങ്കിൽ പഴയ ഫിലിംസൊക്കെ വേണമല്ലോ. അത് പലയിടത്തു നിന്നൊക്കെ അന്ന് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ തോംസൺ, റാഫ അങ്ങനെ കുറേ കമ്പനിയുണ്ട്. ഹിന്ദി ആണെങ്കിൽ അൽ മൻസൂർ, കിങ്സ് വീഡിയോ, യശ്രാജ് അതൊക്കെ ഇതിൻ്റെ ഇവിടെ ഏജൻസി ഉണ്ട്. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. അല്ലാതെ ഈ ലൈസൻസിങ് പ്രോസസ് ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാണ്? ലൈസൻസ് അന്ന് ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ലൈസൻസ് എന്ന് വെച്ചാൽ ഇതിന് ചേംബറിൻ്റെ മാത്രമല്ല, മീഡിയയുടെ ലൈസൻസ് വേണം. അതൊക്കെ ചേംബർ അന്ന് വലിയ ചെറിയ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് കിട്ടത്തില്ല. ഇവിടുത്തെ ലോക്കൽ തന്നെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ ലൈസൻസ്. പുതിയ സിനിമകൾക്കും പാട്ടുകൾക്കുമായി ആളുകളുടെ തിരക്കായിരുന്നു അന്ന്. ഓരോ ദിവസവും കടകൾക്ക് മുന്നിൽ മലയാളികൾക്ക് പുറമെ അറബികൾ ഉൾപ്പെടെ എത്തിയിരുന്നതായും വർഗീസ് ഓർക്കുന്നു. കൃത്യമായ വരിസംഖ്യ ഉൾപ്പെടെ ഏർപ്പെടുത്തിയായിരുന്നു പ്രവർത്തനം. ആളുകൾ വന്നിട്ട് ഇത് അന്ന് ഡിപ്പോസിറ്റ് വെക്കും. ഇപ്പം ലേബറില്ലാന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് വെച്ചിട്ട് കൊണ്ടുപോകും. പുതിയ ഫിലിമാണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ 24 hours കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യത്തില്ല. അന്ന് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ 5 ദിർഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കോപ്പിറൈറ്റ് റൂളൊക്കെ വന്നതിന് ശേഷം 10 dirhams പെർ ഡേ. പിന്നെ ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. മന്ത്ലി ആയതുകൊണ്ട് 100 dirhamsന് 15 DVD, പിന്നെ 100 dirham ഡിപ്പോസിറ്റ് അങ്ങനെ വെക്കുമായിരുന്നു. ജോലിക്കായി നിരവധി സ്റ്റാഫുകളും അന്നുണ്ടായിരുന്നു. അത്രയധികം ആളുകളായിരുന്നു ഓരോ ദിവസവും ഇവിടെ എത്തിയിരുന്നത്. രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് ടൈം 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യും. അതിനു മുമ്പ് ഇതെല്ലാം ഇവിടെ ആളുകളുണ്ടല്ലോ. അന്ന് റെക്കോർഡ് ചെയ്യാമായിരുന്നു. VHS കാസറ്റ് കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി എടുക്കുക. പിന്നെ അത് കോപ്പി റൈറ്റുകളൊക്കെ വന്നതിന് ശേഷം
പാടില്ല. പിന്നെ ഒറിജിനൽ കാസറ്റ് മാത്രം ഇറക്കണം. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് VHS കഴിഞ്ഞിട്ട് VCD ആയി. VCD കഴിഞ്ഞ് DVD കൺവേർട്ട് ചെയ്തു. നേരം എല്ലാ സബ്ജക്റ്റും എല്ലാ ലാംഗ്വേജും നമുക്ക് വെക്കണമായിരുന്നല്ലോ. മലയാളി കാസറ്റ്, പിന്നെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബി. അങ്ങനെ പുതിയ സിനിമകൾ എത്തിയാൽ വിളിച്ചന്വേഷിച്ചു വന്ന് ഓരോരുത്തരും വാങ്ങാറായിരുന്നു പതിവെന്ന് വർഗീസ് പറയുന്നു. ഒഴിവു ദിവസങ്ങളിൽ സ്ഥിരമായി എത്തുന്നവരായിരുന്നു ഏറെയും. അവരിൽ പലരും ഇന്നും എത്താറുണ്ടെന്നും പഴയ മലയാളികളുടെ ഒത്തുചേരലിന്റെ കേന്ദ്രം കൂടിയായിരുന്നു ഇതെന്നും വർഗീസ് ഓർക്കുന്നു. കാസറ്റുകളിൽ നിന്ന് CD-കളിലേക്ക് മാറിയതും പിന്നീട് അതിവേഗം ടെക്നോളജി വളർന്നതുമെല്ലാം നേരിട്ട് കണ്ടു വർഗീസും ഈ കടയും. പഴയ കാലം ഒരു സ്വപ്നമായാണ് ഇന്ന് തോന്നുന്നതെന്ന് വർഗീസ് പറയുന്നു. ഓർക്കുമ്പോൾ അത് അന്നത്തെ കാലം ഡ്രീമായിട്ട് കണക്കാക്കിയാൽ മതി. ഇന്നിപ്പോൾ അതില്ലല്ലോ. ഇപ്പോൾ എല്ലാം തീർന്നില്ല. ഇപ്പോൾ എല്ലാം സാറ്റലൈറ്റിലും മറ്റേ മൊബൈലിലൊക്കെ കാണുന്നതുകൊണ്ട് വളരെയധികം ചുരുക്കമേ ഉള്ളൂ. ഇന്നിപ്പം ഇത് പെട്ടെന്ന് ഇതങ്ങോട്ട് ഡിസ്പോസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പ്രയോജനമൊന്നുമില്ല. അയ്യായിരത്തിലധികം പഴയതും പുതിയതുമായ CD-കളുണ്ട് ഇവിടെ. അതിൽ തന്നെ മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് സിനിമകളുടെ വലിയ ശേഖരവുമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം മാത്രമാണ് മനസ്സിലുള്ളതെന്ന് മനസ്സു നിറഞ്ഞ് വർഗീസ് പറയുന്നു. അതുപോലെ ഇത്രയും സമയം ഇവിടെ ഈ സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയത് തന്നെ ഒരു ഒന്നുമല്ലേ. ഇതുവരെ വിസയൊന്നും ബ്രേക്ക് ആയിട്ടില്ല. അന്ന് മുതൽ കണ്ടിന്യൂസ് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു വർക്കൊന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഇപ്പോൾ ഇതൊരു പുരാവസ്തു മാതിരി തോന്നെങ്കിലും ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഫക്റ്റ്. ഇനിയൊരു വ്യത്യസ്തയായ കലാകാരിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രൂട്ട് കാർവിംഗിലും എഴുത്തിലും ചിത്രരചനയിലുമെല്ലാം സജീവ സാന്നിധ്യമായ കോഴിക്കോട് സ്വദേശിനി മിനി മനോജ്. മുന്നിലെത്തുന്ന എന്തിനേയും മനോഹരമായ കലാസൃഷ്ടികളാക്കാൻ കഴിവുള്ളവർ അപൂർവമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന മനോഹര സൃഷ്ടികൾ ലോകത്തിന് സമ്മാനിക്കുന്നവർ. ഷാർജയിൽ പ്രവാസിയായ കോഴിക്കോട് സ്വദേശിനി മിനി മനോജ് പ്രവാസ ലോകത്ത് ശ്രദ്ധേയയാകുന്നതും അങ്ങനെയാണ്. വരയിലും എഴുത്തിലും ഫ്രൂട്ട് കാർവിംഗിലുമെല്ലാം ഇന്ന് ഈ പ്രവാസി വനിത തീർക്കുന്നത് അത്ഭുതങ്ങളാണ്. കുഞ്ഞുനാൾ മുതൽ വരയെയും നിറങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മിനി ഒരിക്കൽ വെറുതെ അടുക്കളയിൽ പച്ചക്കറികളിൽ പരീക്ഷണം നടത്തിയതായിരുന്നു. താൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനിരിക്കുന്നവരുടെ വയറ് നിറയും മുൻപ് മനസ്സു നിറയ്ക്കാനായി വെറുതെ ആരംഭിച്ച ശ്രമം. കുറച്ച് വർഷമായിട്ട് ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ട് ഏതൊരു ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊന്ന് കാർവ് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യാറ്. അങ്ങനെ അതിനെ ഡെവലപ്പാക്കി എടുത്തതാണ്. രണ്ടാം സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായി. ഫങ്ഷനൊക്കെ സമയത്ത് ഇതുവരും ചെയ്യാനായിട്ടൊക്കെ ഞാനും ഇതുപോലെ തന്നെ എൻ്റെ സന്തോഷത്തിന് അങ്ങനെയുള്ള ഫങ്ഷനിലൊക്കെ കൊണ്ട് ചെയ്യാറുണ്ട്. അതിന് വേണ്ട എന്താ പറയുക, ഓരോ സ്റ്റെപ്പിലും ഞാൻ അതിനെ ഡെവലപ്പാക്കി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഏതൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന് ചെയ്ത് നോക്കും. ഈവൻ ഫുഡാണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് എനിക്കത് ചെറിയൊരു നിർബന്ധം, അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത് എന്ന്. അങ്ങനെ ഏത് പച്ചക്കറികളിലും പഴങ്ങളിലും മനോഹരമായ കലാസൃഷ്ടികൾ ഒരുക്കാനാകുമെന്ന് മിനി പറയുന്നു. എന്നാൽ ഇവ തയ്യാറാക്കാൻ നല്ല ക്ഷമയും സമയവും അത്യാവശ്യമാണ്. കാഴ്ചക്കാർക്ക് അത്ഭുതവും ആഹ്ലാദവും സമ്മാനിക്കുന്ന ഈ കാഴ്ചകൾക്ക് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട്. പക്ഷേ ഓരോന്നും മനോഹര സൃഷ്ടികളായി മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ അധ്വാനവും മറക്കും.
കണ്ണിന് മുന്നിലെത്തുന്ന എന്തും മിനിയുടെ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെങ്ങനെ ഇങ്ങനെയായെന്ന് കാണുന്നവന്റെ മനസ്സിൽ തോന്നിക്കും എന്നതാണ് പ്രത്യേകത. പഴങ്ങളിൽ മിനിയുടെ കരങ്ങൾ കൊണ്ട് വിരിയുന്ന പുഷ്പങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ കാണുമ്പോൾ യഥാർത്ഥ രൂപങ്ങളെപ്പോലും വെല്ലുന്നവയാണല്ലോ ഇവ എന്നോർത്ത് ആരും ഒരല്പം ആശ്ചര്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാണുന്ന എന്തും കലാസൃഷ്ടിയാക്കി മാറ്റുമെന്ന് മിനി പറയുന്നത് വെറുതെയല്ല. ആരും ഒരുപക്ഷെ ചിന്തിക്കാത്ത മുഖത്ത് തൊടുന്ന പൊട്ടിനെ പോലും വ്യത്യസ്തമായി വരച്ച് അത് തന്നെ അറിയുന്നവർക്കിടയിൽ തൻ്റെ ഐഡന്റിറ്റിയാക്കി തീർത്തതും ഈ ഒരു കഴിവ് കൊണ്ടുകൂടിയാണ്. ഡിഗ്രി എല്ലാം പഠിക്കുന്ന ആ സമയത്താണ് പിന്നെ ഒരു ചെറുതായിട്ട് തന്നെ വരച്ച് നോക്കാൻ തുടങ്ങിയത്. എന്നാലും ഡ്രോയിങ്ങിലേക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ പൊട്ടിൻ്റെ മുകളിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യൽ. അത് ഞാൻ ഒരു എന്താ പറയുക സ്റ്റിക്കർ ബിന്ദിയല്ല ചെയ്യാറ്. അത് ഡിഗ്രി പഠിക്കുന്ന കാലം മുതലേ കൈകൊണ്ട് തന്നെ വരച്ചിട്ട് അതിലെല്ലാവരുടെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയി മാറി. അങ്ങനെ ആ ഒരു ഇതിലേക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ഈ ഫ്രൂട്ട് കാർവിങ്, പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കണ്ണിന് മുമ്പിൽ കണ്ടാലും അതൊന്ന് ഇങ്ങനത്തെ ആർട്ട് വർക്ക് എന്തും ചെയ്ത് നോക്കാനുള്ളൊരു മനസ്സ് കാണിക്കാറുണ്ട്. അക്രിലിക് ഉൾപ്പെടെ പെയിന്റിങ്ങിന്റെ വിവിധ രീതികളിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ ഇതിനോടകം മിനി തീർത്തു കഴിഞ്ഞു. ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിരിക്കണമെന്ന് ഉറച്ചു ചിന്തിക്കുന്ന മിനി ഇപ്പോൾ സാരിയിലും ചിത്രങ്ങൾ തീർക്കുകയാണ്. അതും തന്റെ ചുറ്റുപാടുകളെ പകർത്തിക്കൊണ്ട്. താൻ ജനിച്ചു വളർന്ന നാടിന്റെ കൗതുകങ്ങളെ സാരിത്തുമ്പിലേക്ക് പകർത്തിയിരിക്കുന്നത് ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തും. കോഴിക്കോടിന്റെ പല ഭാവങ്ങൾ ഇങ്ങനെ സാരിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 2 വർഷമായി ഓയിൽ പെയിൻറ് ചെയ്തു. അത് നാട്ടിലാണുള്ളത്. പിന്നെ ഇപ്പം ഒരു സാരിയിൽ നമ്മുടെ കോഴിക്കോടിനുള്ളൊരു താല്പര്യം ഞാനത് എൻ്റെ സാരിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തു. കോഴിക്കോടിലുള്ള കുറച്ച് മോണുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് പെയിൻറ് ചെയ്തു, ഫാബ്രിക് പെയിൻറ് ചെയ്തു. അത് സാരിയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു സാരീൻ്റെ പല്ലു ഫുള്ള് നമ്മളെ കോഴിക്കോടിനെ, ഞാൻ കോഴിക്കോടുകാരിയാണ്, കോഴിക്കോടിനെ സ്നേഹിക്കുന്നതുകൊണ്ട് കോഴിക്കോടുള്ള എല്ലാതും ആ സാരിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പെയിൻറ്റിങ് ആ ലെവലിലെത്തിയതാണ് ഇപ്പം. രാമായണവും ഭാഗവതവും ഉൾപ്പെടെ കൈകൊണ്ട് പകർത്തി എഴുതിയും മിനി ശ്രദ്ധേയായിരുന്നു. മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങളായിരുന്നു ഓരോന്നിനു പുറകിലും. ഭാഗവതം ഫുള്ള് കൈകൊണ്ട് എഴുതി പകർത്തി. ഫോണിൽ നിന്ന്, ബുക്കിൽ നിന്നല്ല ഞാൻ പകർത്തിയത്, ഫോണിൽ നിന്ന് നോക്കിയിട്ട് എഴുതിയതാണ്. ഫുള്ളത് A4 സൈസ് ബുക്കിൽ ഒരു 9 ബുക്കിലാക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു 5 മാസം എടുത്തത്. അതേപോലെ തന്നെ രാമായണ മാസത്തിൽ രാമായണം മുഴുവൻ എഴുതി പകർത്തി. അതൊരു മാസം എടുത്തത്, 30 ദിവസം എടുത്തിട്ട് അത് എഴുതി പകർത്തി രാമായണം. മിനിയുടെ കാർവിങ്ങിലും മറ്റുമുള്ള നൈപുണ്യം തിരിച്ചറിഞ്ഞ് നിരവധി പേരാണ് ഇന്ന് ഈ കലാകാരിയെ സമീപിക്കാനെത്തുന്നതും. കുടുംബത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് തന്റെ കരുത്തെന്ന് മിനി പറഞ്ഞു വെക്കുന്നു. ഭർത്താവ് മനോജും മകനും മകളും മരുമകനും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. താൻ എഴുതി വച്ച കവിതകൾ പുസ്തകങ്ങളാക്കുക എന്ന ലക്ഷ്യത്തിനായാണ് ഇപ്പോൾ മിനി ശ്രമിക്കുന്നത്. അടുത്ത ഷാർജ പുസ്തകോത്സവത്തിൽ തന്റെ പുസ്തകം പുറത്തിറക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നും മിനി പറഞ്ഞു വെക്കുന്നു. ഇനി കുവൈറ്റിലേക്കാണ് യാത്ര. കുവൈറ്റ് ഓയിൽ കമ്പനി കുവൈറ്റിന്റെ വളർച്ചയിൽ നിർണായക സാന്നിധ്യമായത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഓയിൽ കണ്ടെത്തിയ കാലത്തിന് മുൻപും പിൻപുമെന്ന് കുവൈറ്റ് എന്ന രാജ്യത്തിന്റെ ചരിത്രത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായി തിരിക്കാം. കുവൈറ്റിന്റെ വളർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയ സാന്നിധ്യമാണ് കുവൈറ്റ് ഓയിൽ കമ്പനി. 1934 കുവൈറ്റ് ഓയിൽ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി, ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്നീ കമ്പനികളുടെ സഹകരണത്തോടെയായിരുന്നു കുവൈറ്റ് ഓയിൽ കമ്പനി രൂപീകരിച്ചത്. രൂപീകരണത്തിന് 2 വർഷങ്ങൾക്കിപ്പുറം 1936 ആദ്യമായി ഓയിൽ പരിവേഷണം ബഹ്റിനിലടക്കം ആരംഭിക്കുന്നത്. 1938 ബുൾഗാൻ ഫീൽഡിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതോടെയാണ് വാണിജ്യ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ എണ്ണയുടെ ഉൽപ്പാദനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നത്. 1946 ജൂൺ 13 ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറായ
ഫ്യൂസിലെയറിലേക്ക് ഷെയ്ഖ് അഹമ്മദ് അൽ ജാബർ അൽ സബ ഓയിൽ കൈമാറിയതോടെയാണ് കുവൈറ്റിൽ നിന്ന് ആദ്യമായി ക്രൂഡ് ഓയിൽ കയറ്റുമതി ആരംഭിക്കുന്നത്. തുടർന്ന് 3 വർഷങ്ങൾക്കിപ്പുറം 1949 മിന അൽ അഹമ്മദിയിൽ ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിയം പ്രൊഡക്ട്സ് വേർതിരിക്കുന്ന ആദ്യ റിഫൈനറി സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് ക്രൂഡ് ഓയിൽ ഉൽപാദന രംഗത്തും എണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന രംഗത്തും പടിപടിയായുള്ള വളർച്ചയ്ക്കായിരുന്നു കുവൈറ്റ് സാക്ഷ്യം വഹിച്ചത്. 1955 കുവൈറ്റിന്റെ വടക്കൻ മേഖലയായ റൗദത്തൈനിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. എണ്ണ വിപണനം 46 ആരംഭിച്ചുവെങ്കിലും 59 കുവൈറ്റിന് സ്വന്തമായി ഓയിൽ ടാങ്കർ ഉണ്ടാകുന്നത്. കാസ്മ എന്ന പേരിൽ 46,000 ടൺ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള ഓയിൽ ടാങ്കർ ആയിരുന്നു അന്ന് കമ്മീഷൻ ചെയ്തത്. 1975 കുവൈറ്റ് ഗവൺമെന്റ് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നത്. വലിയ ഓയിൽ ടാങ്കറുകളിൽ ക്രൂഡ് ഫിൽ ചെയ്യാനുള്ള സിംഗിൾ പോയിന്റ് സംവിധാനവും പിന്നീട് ഏർപ്പെടുത്തി. പിന്നീട് 1980 കുവൈറ്റ് മറ്റൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. സർക്കാർ അധീനതയിലുള്ള എല്ലാ കമ്പനികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത് ആ വർഷമായിരുന്നു. ഇറാഖ് അധിനിവേശത്തെ തുടർന്ന് പിന്നീട് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ 80% പ്രൊജക്ടുകളും അനുബന്ധ സൗകര്യങ്ങളും 1990കളിൽ നശിപ്പിക്കപ്പെട്ടു. 700ഓളം എണ്ണ ടാങ്കറുകൾക്കാണ് അന്ന് ഇറാഖ് പട്ടാളം തീയിട്ടത്. അധിനിവേശത്തിന് ശേഷം 93 അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് വീണ്ടും എണ്ണ വാണിജ്യോൽപാദനം ആരംഭിച്ചത്. 2 മില്യൺ ബാരലിലധികമായിരുന്നു അന്ന് പ്രതിദിന ഉൽപാദനം. സാബ്രിയ ഫീൽഡിൽ നിന്നുള്ള ക്രൂഡ് ഉൽപാദനവും പിന്നീട് ആരംഭിച്ചു. കുവൈറ്റിന്റെ വടക്കൻ മേഖലയിൽ പിന്നീട് പ്രകൃതിവാതക നിക്ഷേപവും കണ്ടെത്തി. ഇത് കുവൈറ്റിന്റെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി. കുവൈറ്റിന് ആവശ്യമുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പര്യാപ്തമായിരുന്നു ഈ വാതക നിക്ഷേപം എന്നതാണ് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം. കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനായി റിഫൈനറികളിലെ ഗ്യാസ് ഫ്ലയർ കുറയ്ക്കുന്നതിനുള്ള നിരവധി നടപടികളും അന്ന് കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് എക്സിബിഷൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രദർശന പരിപാടികളും ഈ കാലയളവ് തൊട്ട് നടത്തി വരാറുണ്ട്. 2019 കുവൈറ്റ് ഓഫ്ഷോറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി പര്യവേഷണവും ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പിന്നീട് സൗത്ത് റദ്ഖ ഫീൽഡ് പദ്ധതിയിൽ നിന്ന് ഹെവി ഓയിലിന്റെ ആദ്യ കയറ്റുമതിയും ആരംഭിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കമ്പനിയുടെ പ്രവർത്തനങ്ങളിലെ ഗ്യാസ് ജ്വലനം 0.5% കുവൈറ്റ് ഓയിൽ കമ്പനി റെക്കോർഡ് സൃഷ്ടിച്ചതും പിന്നീട് ലോകം ശ്രദ്ധിച്ച വാർത്തയാണ്. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് KOC ഈ ലക്ഷ്യം കൈവരിച്ചത്. കുവൈറ്റിന്റെ വടക്ക് മുതൽ മിന അൽ അഹമ്മദി വരെ നീളുന്ന 40 ഇഞ്ച് സ്ട്രാറ്റജിക് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ 2023 നടന്നു. ഇതൊക്കെയാണ് കുവൈറ്റ് ചരിത്രവുമായി ഇഴപിരിയാത്ത ബന്ധമുള്ള കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ നാൾവഴികൾ. KOCയുടെ തുടക്കം മുതൽ ഇന്നുവരെ 20 ചെയർമാൻമാരാണ് ഉണ്ടായിരുന്നത്. അഹമ്മദ് ജാബർ അൽ ഈഡനാണ് നിലവിൽ കമ്പനിയുടെ ചെയർമാൻ. KOC കമ്പനി എന്നതിനൊപ്പം തന്നെ തങ്ങളുടെ ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായി അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവനക്കാർക്കും സമൂഹത്തിനും തിരികെ നൽകുന്നത് ഉത്തരവാദിത്തമാണ് എന്ന കാഴ്ചപ്പാടോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുവൈറ്റിന്റെ പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം പ്രകൃതി സംരക്ഷണവും നിരവധി മരുപ്പച്ചകളും സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമവും KOC ഏറ്റെടുത്തിട്ടുണ്ട്. വെസ്റ്റ് കുവൈറ്റിലെ ഏകദേശം 3 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രദേശം വൃത്തിയാക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു സംരംഭമായി അബ്ദാലിയ പദ്ധതി അടക്കം KOC ആരംഭിച്ചു. കുവൈറ്റിന്റെ ചരിത്രത്തിനൊപ്പം ഇഴപിരിയാത്ത ബന്ധമുള്ള കമ്പനിയാണ് കുവൈറ്റ് ഓയിൽ കമ്പനി. വാണിജ്യപരമായി കുവൈറ്റിന് നൽകുന്ന സംഭാവനകൾക്കപ്പുറം എത്രമാത്രം കുവൈറ്റ് സമൂഹവുമായും പരിസ്ഥിതിയുമായും ഈ കമ്പനി ഇടപഴകുന്നു എന്നതുകൂടി ലോകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.